പാലക്കാട് സ്ഥിതി പരിശോധിച്ചാൽ പാലക്കാട് അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന CPM മുൻ നേതാവിനെതിരെ വധഭീഷണിയുമായി ലോക്കൽ സെക്രട്ടറി. അഗളി പഞ്ചായത്തിലെ ഒമ്മല വാർഡിലെ സ്ഥാനാർത്ഥിയും ഏരിയ സെക്രട്ടറിയുമായിരുന്ന VR രാമകൃഷ്ണനെയാണ് അഗളി ലോക്കൽ സെക്രട്ടറി ജംഷീർ ഭീഷണിപ്പെടുത്തിയത്. ലോക്കൽ സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പരിശോധിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ആവേശപ്പെടേണ്ട ആവശ്യമില്ല. എനിക്ക് ഇനി നമ്മുടെ പാർട്ടിയൊന്നുമില്ല. പിന്നെ ആകാശത്ത് മേലോട്ട് നോക്കിയാൽ ആകാശം കീഴോട്ട് നോക്കിയാൽ ഭൂമി. അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ പറയാ. എന്റെ സാഞ്ചേട്ടാ ഒന്ന് പറഞ്ഞേക്ക്, ഇത് തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് ഒടയ തമ്പുരാമെന്ന് പറഞ്ഞാലും ശരി, എനിക്ക് വോട്ട് ചിലപ്പോ കിട്ടിയിട്ടില്ലെങ്കിൽ മാറില്ല. സാക്ഷാൽ ഒടയ തമ്പുരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ എന്റെ അപ്പൻ ഒന്നേ ഉള്ളു, അത് വാഴക്കാട്ട് രാഘവനാണ്. എന്നിട്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരുമോ? ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. അത് നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഇവിടെ ഇവനെ കൊന്നില്ലേ, അവനെ കൊന്നിട്ട് അത് ഇപ്പൊ സ്നേഹത്തോടെ സംസാരിച്ചു. പിന്നെന്താ ഇനി അത് പറ്റില്ലെന്ന്. ഇനി അത് പറ്റില്ലെന്നോ? അതാ സാഞ്ചേട്ടാ, എന്താണ് പ്രശ്നം? നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോ. തട്ടിക്കോ. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വസ്തുതാപരമായിട്ടാണ് അയാൾ പറഞ്ഞ ഉദ്ദേശം ഏതെങ്കിലും തരത്തിൽ ഗൗരവമേറിയതായി ഈ പറഞ്ഞ ആൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിക്കപ്പെടും, ശക്തമായി തന്നെ പരിശോധിക്കും. നിങ്ങൾ പറയുന്ന വിശദാംശങ്ങൾ നൽകും. സാജിദ, സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ, നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ല എങ്കിൽ കൊന്നുകളയുമെന്നവരെയാണോ ലോക്കൽ സെക്രട്ടറിയുടെ ഭീഷണി? ഇക്കാര്യത്തിൽ ഈ ഭീഷണി ജില്ലാ നേതൃത്വം പരിശോധിച്ചിട്ടുണ്ടോ? ദിവ്യ, ദീർഘകാലം അട്ടപ്പാടിയിലെ CPM-നെ നയിച്ച നേതാവാണ് ഈ രാമകൃഷ്ണൻ എന്ന വ്യക്തി. അദ്ദേഹം തുടർച്ചയായി 6 വർഷം ഒരൊറ്റ ഏരിയ കമ്മിറ്റിയാണ് അട്ടപ്പാടിയിലുള്ള. ആ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. ജെല്ലിപ്പാറയെ നീണ്ട 12 വർഷക്കാലം ലോക്കൽ സെക്രട്ടറി എന്ന നിലകളിലെല്ലാം പ്രവർത്തിച്ച് പിന്നീട് പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും പുറത്തുപോയ വ്യക്തിയാണ്. ഇങ്ങനെ 40 വർഷത്തിലധികം CPM-ന്റെ ഭാഗമായി ഇരുന്നെങ്കിലും അദ്ദേഹം ഇതുവരെ ഒരു സ്ഥാനത്തേക്കും മത്സരിച്ചിട്ടില്ല. ആദ്യമായി ഈ സ്വതന്ത്രനായി മത്സരിക്കുകയാണ്. അങ്ങനെ ഒരു വിമത സ്ഥാനാർത്ഥിയായി രാമകൃഷ്ണൻ വരുന്നത് തങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു സീറ്റ് നഷ്ടപ്പെടുമോ എന്ന് CPM ഭയക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ അഗളി ലോക്കൽ സെക്രട്ടറി ആയ ജംഷീർ ഈ രാമകൃഷ്ണനെ ഫോണിൽ വിളിച്ച് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് പറയുന്നു. അങ്ങനെ പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് അറിയിച്ചതോടുകൂടി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തന്നെ നിങ്ങളെ കൊന്നുകളയേണ്ടി വരും എന്നാണ് പറയുന്നത്. പിന്നീട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ തട്ടിക്കളയും എന്നാണ് പറയുന്നത്. ഇത് ഈ അവിടെയുള്ള ഈ നിലവിലെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ ഇതിനെ ന്യായീകരിക്കുകയാണ്. അത് ഈ ജംഷീറും അതോടൊപ്പം തന്നെ ഈ രാമകൃഷ്ണനും തമ്മിൽ ഒരു പിതാവും പുത്രനും തമ്മിലുള്ളൊരു ബന്ധമാണ്, തമാശയ്ക്ക് പറഞ്ഞ കാര്യങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ജില്ലാ സെക്രട്ടറി ഇത് ഗൗരവത്തിലെടുക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് പാലിക്കേണ്ട ജാഗ്രത പാലിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് വിവരങ്ങൾ അന്വേഷിക്കും എന്നാണ് പറയുന്നത്. ജില്ലയിൽ ഈ CPM-നകത്ത് വലിയ വിമത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് അട്ടപ്പാടി ഈ അടക്കം ഉള്ള മേഖലയിൽ. ഇതുകൂടാതെ മണ്ണാർക്കാട് നഗരസഭയിൽ മാത്രം 10 സ്ഥാനാർത്ഥികളാണ് ഈ ജനാധിപത്യ മതേതരത്വ മുന്നണി എന്ന പേരിൽ ഈ PK ശശിയെ അനുകൂലിക്കുന്ന ആളുകൾ നാമനിർദ്ദേശ പത്രിക നൽകുന്നു. സമീപത്തെ അലനല്ലൂർ, കോട്ടോപ്പാടം, അതോടൊപ്പം തന്നെ കാരാകുർശി, കാഞ്ഞിരപ്പുഴ പഞ്ചായത്തുകളിലും സമാനമായ രീതിയിലാണ്. വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, കൊഴിഞ്ഞാമ്പാറ മേഖലയിലും വിമത പ്രശ്നം നേരിടുന്നുണ്ട്. ഇത് കൂടാതെ മുന്നണിക്കകത്ത് LDF-നകത്തും പ്രശ്നങ്ങളുണ്ട്. ഇന്ന് അതെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടു എന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ടെങ്കിലും CPI പൂർണ്ണമായി വഴങ്ങിക്കൊടുത്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് CPI ഈ ചിറ്റൂർ നഗരസഭയിൽ 4 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. അത് പിൻവലിക്കുന്ന കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് CPI ജില്ലാ സെക്രട്ടറി നൽകുന്ന വിശദീകരണം. അതിലിപ്പോഴും ഒരു തീരുമാനം എത്തിയിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് പാലക്കാട് നഗരസഭയിൽ 3 സ്ഥലത്താണ് വിമതർ ഉള്ളത്.
പട്ടാമ്പി നഗരസഭയിൽ 2 സ്ഥലത്ത് വിമതരുണ്ട്. ഇത് കൂടാതെ ഒറ്റപ്പാലം മേഖലയിലും വിമതർ ഉണ്ട്. BJPക്കാണെങ്കിൽ ഈ പാലക്കാട് നഗരസഭയാണ് അവർക്കൊരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്. സമീപത്ത് അകത്തേത്തറ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലും ഉണ്ട്. പക്ഷേ ഇവിടെയെല്ലാം വലിയ വിഭാഗീയ പ്രശ്നം, വിമത പ്രശ്നം എന്തായാലും ഈ 3 മുന്നണികൾക്കുള്ളിലും വിമതശല്യം രൂക്ഷമാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ, നേതൃതലത്തിലുണ്ടാകുന്ന ശ്രമങ്ങളൊക്കെ കുറച്ചെങ്കിലും ഫലം കാണുന്നുണ്ടോ? തീർച്ചയായും LDFിനകത്ത് ഇന്ന് ഈ രാവിലെ മുതൽ ഒരു നീണ്ട ചർച്ചകൾ നടന്നിട്ടുണ്ട്. അത് ഈ CPI ഇനി ഒരു തീരുമാനമെടുക്കണം, അതാണ് ഉള്ളത്. കോൺഗ്രസിലെ ഏതെങ്കിലും വിമതന്മാരെ പിൻവലിക്കാൻ കഴിയുമോ എന്ന് കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട്. UDF എന്ന നിലയ്ക്ക് ലീഗും കോൺഗ്രസും തമ്മിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. പാലക്കാട് നഗരസഭയിലെ 32ാം വാർഡിൽ ഈ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ഇത് കൂടാതെ ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട്. ഈ നാഷണൽ ജനതാദൾ, അവർ UDFന്റെ ഒരു അസോസിയേറ്റ് മെമ്പർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്നതാണ്, അവർക്കും സ്ഥാനാർത്ഥിയുണ്ട്. ഇങ്ങനെ ഈ ചില സ്ഥലങ്ങളിലുണ്ട്. ഇതെല്ലാം പിൻവലിക്കാനുള്ള ഒരു ശ്രമം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ LDFന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചിറ്റൂര് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടാകുമോ എന്നാണ് അറിയാനുള്ളത്.